ഏലിയൻസിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു ജീവിയായി എനിക്ക് പലപ്പോഴും നീരാളികളെ തോന്നിയിട്ടുണ്ട്. 9 ബ്രെയിന്, 3 ഹൃദയം, നീല കളർ രക്തം, 8 കാല്, ഈ കാലുകളിലൊക്കെ കൂടി ഏകദേശം 2000 സക്കേഴ്സും. എന്തിനാണ് അവർക്ക് ഇത്ര അധികം പെക്യുലർ ഓർഗൻസ് ഉള്ളതെന്നുള്ളത് എന്നെ പോലെ നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നത്തെ വീഡിയോ ഇതിനെക്കുറിച്ചാണ്. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റിനറിയൻ ആണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയിസസ്. ഈ 9 ബ്രെയിൻസ് എന്ന് പറയുന്നത് തലയിലൊരു സെൻട്രൽ ബ്രെയിനും എല്ലാ കാലുകൾക്കായിട്ട് ഓരോ കുഞ്ഞു കുഞ്ഞു ബ്രെയിൻസും ആണ്. ഇത് ഇവരുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ഡീസെൻട്രലൈസ് ചെയ്യുന്നുണ്ട് ഒരു പരിധി വരെ. അതായത് ഓരോ കാലുകളും കൺട്രോൾ ചെയ്യുന്നത് ആ കാലിലുള്ള ബ്രെയിനാണ്. അതുകൊണ്ട് തന്നെ ഓരോ കാലിനെയും അല്ലെങ്കിൽ കൈക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റും. തൻ്റെ ഇരയെ ടേസ്റ്റ് ചെയ്യാൻ, ഓരോ ഒബ്ജക്ട്സ് മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ ഈ ബ്രെയിൻസ് ഇവരെ സഹായിക്കുന്നുണ്ട്. ഒരു കാല് മുറിഞ്ഞു പോയാലും ബാക്കിയുള്ള കാലുകൾ കോമ്പൻസേറ്റ് ചെയ്യും, ഈ കാല് റീജനറേറ്റ് ചെയ്യുന്നവരെ. 9 തലച്ചോറുള്ളത് കൊണ്ട് തന്നെ ആനിമൽ കിങ്ഡത്തിൽ ലോ ആയിട്ടുള്ള ഒരു ജീവിയായിട്ട് കൂടെ ഇവരെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഒക്കെ അടിപൊളിയാണ്. സ്ക്രൂ ചെയ്ത് അടച്ചിട്ടുള്ള ഒരു കണ്ടെയ്നർ ഓപ്പൺ ചെയ്യണതും ഏതൊരു എൻക്ലോഷറിനും ഇവർ രക്ഷപ്പെടുന്നതൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. ഇനിയുള്ളത് 3 ഹൃദയമാണ്. 3 ഹൃദയത്തിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ നീല കളറ് രക്തത്തിനെ കുറിച്ച് സംസാരിക്കണം. നീരാളി വെള്ളത്തിലൂടെ നീങ്ങുന്ന ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവർ ഒരുപാട് വെള്ളം ഉള്ളിലേക്ക് എടുത്ത് അതൊരു സൈഫൺ മാറി പ്രവർത്തിച്ച് അതിന്റെ ഫോഴ്സിൽ പ്രൊപ്പൽ ചെയ്തിട്ടാണ് മുന്നോട്ട് നീങ്ങുക. ഇത് വളരെ എനർജി കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവർ മിക്കപ്പോഴും കടലിലെ അടിത്തട്ടിലൂടെ കാലുപയോഗിച്ചാണ് നടക്കുക. കടലിലെ അടിത്തട്ട് എന്ന് പറയുന്ന സമയത്ത് ആഴത്തിലുള്ള കടലിലെ അടിത്തട്ട് ഈ ജീവികളുടെ മേല് പ്രഷർ ചെലുത്തുന്നുണ്ട്. ഒരു മനുഷ്യനൊക്കെ ഈ പ്രഷർ കാരണം മാത്രം മരിച്ചു പോവാൻ സാധ്യത ഇവിടെ ഏറെയാണ്. പല സീ ബെഡ് അല്ലെങ്കിൽ ഓഷ്യൻ ബെഡ്സും സൂര്യപ്രകാശം എത്താത്തത് കാരണം ഒന്നുകിൽ വളരെ തണുപ്പ്, അല്ലെങ്കിൽ സൈലന്റ് ആയിട്ടുള്ള വോൾക്കാനിക് ഇറപ്ഷൻസ് കാരണം വളരെ ചൂടുമേറിയിട്ടുള്ള സ്ഥലങ്ങളാണ്. അതായത് ടെമ്പറേച്ചർ എക്സ്ട്രീംസും പ്രഷർ എക്സ്ട്രീംസും ഉള്ള സ്ഥലമാണ് ഓഷ്യൻ ബെഡ്സ്. ഇങ്ങനത്തെ ഹൈ പ്രഷർ റീജിയനിൽ നമ്മുടെ ബ്ലഡിനൊന്നും ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ബ്ലഡിൽ ഓക്സിജൻ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹീമോഗ്ലോബിനിൽ അയൺ ആണ് ഉള്ളതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്രയും എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടീഷൻസിൽ അയണിന് ഓക്സിജൻ ക്യാരി ചെയ്യാൻ കഴിയില്ല. സോ അതുകൊണ്ട് നീരാളികളുടെ ബ്ലഡിലുള്ളത് ഹീമോസയനിൻ ആണ്. അയണിന് പകരം കോപ്പർ ആണ് ഇവരുടെ ബ്ലഡിൽ ഓക്സിജൻ ക്യാരി ചെയ്യുന്നത്. എക്സ്ട്രീം കണ്ടീഷൻസിലുള്ളപ്പോഴും കോപ്പറിന് ഓക്സിജൻ ക്യാരി ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എവല്യൂഷണറി ചേഞ്ച് ഇവരുടെ ബ്ലഡിൽ സംഭവിച്ചത്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, നീല ബ്ലഡ് ഉള്ള മറ്റൊരു ജീവി കൂടി ഉണ്ട്, കണവ. ഇവർക്ക് മാത്രമല്ല, കടലിനടിയിൽ കാണുന്ന ഹോഴ്സ് ഷൂ ക്രാബ്, ചില ലോബ്സ്റ്റേഴ്സ്, ചില ഒച്ചുകൾ, ഇവയ്ക്കൊക്കെ ഈ നിറമാണ് ബ്ലഡിന്. ഇവയൊക്കെ ഇങ്ങനെ എക്സ്ട്രീം കണ്ടീഷനിൽ ജീവിക്കുന്ന ജീവികളാണ്. ഇനി നമ്മുടെ 3 ഹൃദയത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ കോപ്പർ ബ്ലഡ് വളരെ തിക്കാക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ഒരു ഹൃദയത്തിനായിട്ട് ഇത് എല്ലാ ഭാഗത്തേക്കും പമ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നീരാളികൾക്ക് 3 ഹൃദയം ഉള്ളത്. ഇനി ഇവരുടെ 8 കാലുകളും അതിലുള്ള 2000 സക്കേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സക്കേഴ്സ് ഓരോന്നും ഗ്രിപ്പിന് മാത്രമല്ല ടേസ്റ്റ് റിസപ്റ്റേഴ്സ് ആയിട്ടും കെമിക്കൽ സെൻസേഴ്സ് ആയിട്ടും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്രയും എവല്യൂഷണറി സ്കില്ല് ഉള്ളത് കൊണ്ടാണ് ഭൂമിയിലുള്ളതിൽ വെച്ച് നല്ലൊരു സർവൈവർ തന്നെയാണ് നീരാളികൾ. ഇന്നത്തെ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.